ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നുണ്ടല്ലോ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി ബിക്കോസ് ഓഫ് ദിസ് ചിക്കൻ. പുലർച്ചയ്ക്ക് ആയപ്പോൾ ഭയങ്കര പനി, വിറച്ച് പനിക്കുക. അങ്ങനെ ഞങ്ങൾ ചേട്ടനില്ല, അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പം പോകുന്നതിന് മുന്നേ പാരസെറ്റമോൾ മരുന്ന് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം പനിയുടെ ആ ഒരു പെട്ടെന്ന് സ്പൈക്ക് കൊണ്ടാകുന്ന പറഞ്ഞങ്ങനെ വിറച്ചത്. അങ്ങനെ വേറെ കുഴപ്പമുണ്ടായില്ല, 99 ഉള്ളൂ പനി. അങ്ങനെ അഡ്മിറ്റ് ഒന്നും ആക്കാതെ തിരിച്ചു പോകുന്നു. മക്കളും അമ്മയും ഇവിടെ ഒറ്റയ്ക്ക്. ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടോ, എങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ട് പോവും. അല്ല, അങ്ങനെയൊക്കെയാണ്, അവിടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും കുറച്ച് നേരം ടെൻഷൻ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് പോകുന്നു കേട്ടോ. പിന്നെ ഒരു 6 മണി വരെ മൂളി കിടന്ന് ഉറങ്ങണില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ നടക്കും, വീണ്ടും ഇരുന്നുറങ്ങും. അങ്ങനെ ഇപ്പം സമയം 9:15 ഇപ്പോഴാണ് ആളെണീറ്റത്. ഞാനും ജിംബും അപ്പൂസൻ കുറച്ച് നേരം എണീറ്റിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഞങ്ങള് അവിടുന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എത്തിട്ടോ ഇരിങ്ങാലക്കുടന്ന്. ഓക്കെ ഗൈസ്, വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. പോയി കഴിക്കട്ടെ. മക്കൾ എന്തായിരുന്നു രാവിലെ നല്ല കളികളിലാണ്. കാരണം ഇന്നലത്തെ ഉത്സവത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരിന്ന് സെറ്റാണ്. കണ്ണൻ ബേബിക്കുണ്ടല്ലോ പനി, ചെറുതായിട്ടൊരു വേദന ഉണ്ടെന്നേ പറയാനുള്ളൂ. പക്ഷേ വൈകിട്ട് എന്തായാലും കൊണ്ടുപോകണം കേട്ടോ. രാവിലെ ഇപ്പം മരുന്ന് കൊടുത്തു. എൻ്റെ അമ്മ ഈ പനിയുടെ പരിപാടി എന്നാ കഴിയാന്നാവോ. ഈശ്വര വയ്യതായിട്ട് ആക്ച്വലി. കണ്ണ് ഇല്ലടാ, വേണ്ട മുത്തേ, വെയിലത്തായി ചേച്ചിക്ക് ടാറ്റ കൊടുക്ക. ചിമ്പ അവിടെ ഒരു കവർ ഉണ്ട്, ഒരു വെള്ള കവറാന്ന് എടുക്കോ? ആ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കി ഒരു വെള്ള കവറ് നോക്കട്ടെ, ഡ്രസ്സ് നോക്കട്ടെ. എൻ്റെ കയ്യിൽ എന്തുണ്ടല്ലോ, നോക്കട്ടെ. ആ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ. ഓ, അത് കൊടുക്കടാ, അത് കൊണ്ടുപോകാൻ പാടില്ല. ടീച്ചർ പ്രിൻസിപ്പൾ വഴക്ക് പറയും. അങ്ങനെ കൊണ്ടുപോകാം. ക്ലേ ഒന്നും പിന്നെയും കുഴപ്പമില്ല, പറ്റില്ലടാ. ടാറ്റ കൊടുക്ക, ഉമ്മ കൊടുക്ക. ഓക്കെ. നല്ല രസമുണ്ടോ മുടിയിൽ ഇത് വെച്ചിട്ടാ? സോ ക്യൂട്ട്. ഇതാ ഡോമിന്റെ പുതിയ ഫ്രണ്ട് അപ്പു. അപ്പു ക്ലേ നോക്കി വരും എല്ലാവരും. അപ്പുവിന് ഗിഫ്റ്റ് ഉണ്ട്. ഹാപ്പി ആയോ? ചിമ്പു വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെ ബിക്കോസ് ഓഫ് ദിസ്. അയ്യോ, പപ്പടം വാങ്ങിക്കാൻ മറന്നു. അപ്പൂനൊക്കെ ആക്കി തിരിച്ച് വന്നപ്പോഴേക്കേ ദോശയും സാമ്പാറായിരുന്നു ഇന്ന്. അപ്പോൾ അത് കഴിക്കാൻ നിന്നപ്പോഴേക്കേ കണ്ണബേബി നല്ല കരച്ചിലായി. പിന്നെ ആൾക്കതേ മരുന്ന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്ങിനൊന്നും കഴിക്കാൻ പറ്റില്ല. ഇന്ന് ഭയങ്കര ഹറി ബറി ഡേ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ അടുത്ത ആൾക്കും മരുന്ന് കൊടുക്കുകയാണ്. എന്ത് പെട്ടെന്നല്ലേ. ഒറ്റയ്ക്ക് കുടിക്കോ?
അപ്പം അമ്മ വോയിസ് ഓവർ ചെയ്തോട്ടെ കുടിക്കണം കേട്ടോ അപ്പോൾ കൈസ് ഇന്ന് കുളിച്ചിട്ടും ഒന്നുമില്ല, കാരണം വയ്യായിരുന്നു. 11 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷേ കഴിഞ്ഞില്ല. അപ്പൂസനൊക്കെ സ്കൂളിലാക്കി വന്നപ്പോൾ തന്നെ 10:30 പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ 10:45. ഇത്ര നേരം ഇരുന്ന് കട്ടിങ് എല്ലാം കഴിഞ്ഞു, വീഡിയോ കട്ടെല്ലാം കഴിഞ്ഞു. ഇനി വോയിസ് ഓവർ ആണ് കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ ചെയ്തിട്ട് കണ്ണുപോയി വീണെങ്കിൽ എൻ്റെ വോയിസ് ഓവറൊക്കെ തീർക്കണം. പാവം കണ്ണം ബേബി ഉണ്ടല്ലോ, ഒരു ഏകദേശം ഒരു 11:30 ആയപ്പോൾ ഉറങ്ങിയതാണ് കേട്ടോ. ഉച്ചയായിട്ടും എണീക്കുന്നില്ല, സ്റ്റിൽ ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തോടെ ഉറക്കം കേട്ടോ. പാൽ കുടിക്കും, വീണ്ടും ഉറങ്ങും, അങ്ങനെയായിരുന്നു. കുറേ നേരം ഞാൻ ഇരുന്ന് ഉറക്കാൻ നോക്കി, പക്ഷേ ലാസ്റ്റ് എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കിടത്തായി. എന്നിട്ടൊരു 3 മണി കഴിഞ്ഞ് ഞാൻ അപ്പൂസനെ പിക്ക് ചെയ്ത് വന്നപ്പോഴാണ് ആക്ച്വലി ആൾ എണീക്കുന്നത് കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു ആക്ച്വലി ആൾ. ഇപ്പം സമയം 2:42. കണ്ണൻ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. എണീക്കും, പാലടിക്കും. ഞാൻ എണീക്കുമ്പോൾ പറയും കേട്ടോ, കാലൊഴിച്ച് കിടക്കുന്നുണ്ടോ. ഞാൻ അനങ്ങിയ ആളറിയും. എനിക്കാണെങ്കിൽ വിശന്ന് വയറ് എത്തിയിട്ട് വയ്യ. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ക്ഷീണം എന്നിട്ട് അമ്മ അപ്പുറത്തോളം കിടക്കുന്നുണ്ട്. ജിമ്മിനിടയ്ക്ക് അവിടത്തോറും ഇടയ്ക്ക് TV കാണുമ്പോൾ അപ്പോൾ ആൾക്ക് വിശക്കുകയാണെന്നും പറഞ്ഞ് ആൾ എന്തൊക്കെയോ സ്നാക്സിൻ്റെ ബോക്സ് തപ്പാൻ പോയിട്ടുണ്ട്. ഷിബേച്ചി പോയിട്ടോ, കാരണം ഇന്ന് അപ്പൂസം മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചോക്കോബാർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഷിബേച്ചി വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ആൾ. അമ്മ ഷിബേച്ചി അപ്പോൾ വരുമ്പോഴേക്ക് ഷിബേച്ചി ഓടിപ്പോയിട്ടുണ്ട്. കൊണ്ടു എണീച്ചിട്ടില്ല, കാരണം ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അയ്യോ, കോമഡി, ട്രാജഡി. എന്ത് രസമായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് ലഞ്ച് എന്തെന്നറിയോ, നെയ്മീൻ മുളകിട്ട കറിയുണ്ട്, ഉണക്കച്ചിമ്മീനും മാങ്ങയും തേങ്ങയും കൂടെയുള്ള ചമ്മന്തി ഉണ്ട്, പിന്നെന്താ പപ്പായ ഗ്രേറ്റ് ചെയ്ത് തേങ്ങയും ഉഴുന്നൊക്കെ വറുത്തിട്ടുള്ളൊരു തോരനുണ്ട്, ചോറുണ്ട്. നല്ല റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച കുത്തിരി ചോറ്. പക്ഷെ എന്ത് ചെയ്യാനാ, കഴിക്കാൻ പറ്റില്ലല്ലോ, സമയമായിട്ടില്ല. 3 മണിയാകുമ്പോൾ അപ്പൂനെ പിക്ക് ചെയ്ത് വന്നിട്ട് വേണം കഴിക്കാൻ. ഹായ്, 3 മണിയായിട്ടോ. കണ്ണൻ സ്റ്റിൽ ഉറക്കാണ്, കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു പ്രൊഡക്റ്റീവ് ഡേ ഒന്നും അല്ല കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് ഡെയിലി വ്ളോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രൊഡക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിലും സത്യത്തിൽ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര മനസ്സിന് മടുപ്പാണ്. എനിക്കിപ്പോൾ ശരിക്കും ഒരു 9 to 5 ജോബ് പോലെയാണ് ഞാൻ ശരിക്കും ഒരു ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കമ്മിങ് വീഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ചിലപ്പം ഇന്നത്തെ വീഡിയോയിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ കണ്ണൻ ബേബി സ്റ്റിൽ ഉറക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ പോകുന്ന സമയത്ത് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ജിംബുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പനി ഇപ്പോഴും ഭേദമില്ല. അപ്പോൾ യൂറിൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കണം. ചിലപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വാട്സപ്പിലേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഡോക്ടറെ അടുത്തേക്ക് പോണ സമയത്ത് അങ്ങനെ വാങ്ങിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ചേച്ചിമാർ ബൈ പറയണം. അങ്ങനെ അപ്പൂനൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ച് കൊടുന്നാക്കി വന്നപ്പോഴേക്ക് കണ്ണബേബിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് 2 ബുക്കുകളുണ്ട് കേട്ടോ. നമ്മൾ സുകന്യ സമൃദ്ധിയുടെ ബുക്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. വിത്ത് 2 ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ മക്കൾ എന്നാലും രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ.
ഉണ്ടല്ലോ സമയം 4 മണി കേട്ടോ. ഇതാണ് എൻ്റെ ലഞ്ച് ടൈം. കേട്ടോ, നമ്മൾ നെയ്മീൻ കറിയുണ്ട്, ചോറുണ്ട്, ക്യാബേജ് അല്ല പപ്പായ ഗ്രേറ്റ് ചെയ്തുള്ള തോരനുണ്ട്, ചെമ്മീനും മാങ്ങ തേങ്ങ ചമ്മന്തിയും കേട്ടോ. ഞാൻ റെസിപ്പി മറ്റന്നാളിടാം. നല്ല ചമ്മന്തി കേട്ടോ. ഷീബ വെച്ച് നൈസായിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഓക്കെ. അപ്പം എന്താ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.